രാവിലെ ബിഗ് ബോസ് ഹൗസിൽ നടന്ന ഒരു പ്രശ്നമായിരുന്നു. ജാസ്മിൻ ബാത്റൂമിൽ പോയിട്ട് ചെരുപ്പിടാതെയാണ് ബാത്റൂമിൽ പോകുന്നതെന്നും അതിനുശേഷം വന്ന് ബെഡിലേക്കും സോഫയിലും എല്ലാം കാല് കയറ്റിവെച്ച് ബെഡിലും ഒക്കെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് ജിൻഡോ ഒരു പ്രശ്നം ഉണ്ടാക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ജിൻഡോ പറഞ്ഞത് ശരിയാണ്. ഇവിടെ 19ഓളം പേര് അവിടെ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ബാത്റൂമിൽ പോകുമ്പോൾ പോലും ചെരുപ്പൊന്നും ധരിക്കാതെയാണ് ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വന്ന് ആ ബെഡിലും സോഫയിലും കയറിയിരിക്കുന്നത്. അപ്പോൾ അത് ഭയങ്കരമായി ജാസ്മിന് ഷെയിം ആവുകയും ജാസ്മിൻ അത് കുറേ നേരമായിട്ട് അതിനെപ്പറ്റി ചർച്ചയിലേക്ക് കൊണ്ടുവരികയും വൃത്തികേടായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ എല്ലാവരോടും അത് മെഴുകുന്നുണ്ടായിരുന്നു. വൃത്തികേടൊന്നും ഞാൻ ചെയ്തിട്ടില്ല, അങ്ങനെ ഞാൻ കാൽ വയ്ക്കുന്നതുകൊണ്ട് ആർക്കാണ് കുഴപ്പം എന്നുള്ള രീതിയിലൊക്കെ ജാസ്മിൻ അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് മുന്നേ ജിൻഡോ ആണെങ്കിൽ നോറയുടെ റൂമിൽ വന്ന് ജിൻഡോയുടെ പെട്ടി, നമ്മൾ ഡ്രസ്സൊക്കെ വെക്കുന്ന പെട്ടി തുറന്ന് വെച്ചിട്ടേ ഉള്ളായിരുന്നു. ജസ്റ്റ് ഒന്ന് തുറന്ന് വെച്ച് വെളിയിലോട്ടെങ്ങാണ്ട് പോയി. അവിടെ നോറയുണ്ട്, ജാസ്മിനുണ്ട്, അബിയുണ്ട്, നന്ദനയുണ്ട്, അഭിഷേകുണ്ട്. അപ്പോൾ അവിടെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ശരണ്യ കയറി വരികയും ശരണ്യ അവരുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയിലാണ് ഈ പെട്ടി ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ ശരണ്യ ചുമ്മാ തമാശയ്ക്ക് ചോദിച്ചു, ഇതാരാ ഈ പെട്ടി ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് പോയേക്കുന്നത്, പുള്ളിക്കാരനാണോ അടയ്ക്കാതെ പോയത് എന്നുള്ള രീതിയിൽ സംസാരിച്ച് ശരണ്യ അങ്ങ് പോവുകയും ചെയ്തു. അപ്പോഴാണ് നോറയ്ക്ക് അതിനകത്തൊരു കണ്ടന്റ് ഉണ്ടാക്കാം എന്ന് ജാസ്മിനും നോറയ്ക്കും കത്തിയത്. പിന്നീട് ജിൻഡോ അവിടെ വരികയും നോറ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നോറ പറഞ്ഞു, ഇത് ഞാൻ കിടക്കുന്ന ബെഡാണ്, ഇതിങ്ങനെയാണോ ചെയ്യുന്നത്, എനിക്ക് കിടക്കണ്ടേ എന്ന് പറഞ്ഞു. അത് ഏറ്റുപിടിച്ച് ജാസ്മിൻ ഹൈജീനെക്കുറിച്ചും വൃത്തിയെക്കുറിച്ചും ഒക്കെ പറയാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ അവിടെ വൃത്തിയില്ലാത്ത രീതിയിൽ ജിൻഡോ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് കണ്ടത് മനസ്സിലായത്. ആ പെട്ടി തുറന്നു വെച്ചു എന്നുള്ളതല്ലാതെ അവിടുന്ന് ഒരു തുണി താഴോട്ട് പോവുകയോ ബെഡിലേക്ക് വീഴുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു കണ്ടന്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ നേരത്തെ ഉണ്ടായ ആ ഒരു ഷെയിമിന് എന്നുവെച്ചാൽ നേരത്തെ അതുപോലെയാണ് ജാസ്മിനെ വലിച്ചു കീറിയത്. അപ്പോൾ അതിൻ്റെ വൈരാഗ്യത്തിൽ ജാസ്മിൻ എന്തെങ്കിലും പറയണമല്ലോ എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ അവിടെ വൃത്തിയുടെ കാര്യങ്ങളൊക്കെ ഒരുപാട് ഘോരം പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ജിൻഡോയുടെ കയ്യിലിരിക്കുന്ന ആ വെള്ളം കുടിക്കുന്ന കുപ്പി ജിൻഡോ ആ ബെഡിലേക്കൊന്ന് വെച്ചു. ബെഡിലേക്ക് വെച്ചപ്പോൾ ജാസ്മിൻ പറയുന്നു, ഇത് ബാത്റൂമിലൊക്കെ കൊണ്ടുപോകുന്ന കുപ്പിയല്ലേ. സത്യം പറഞ്ഞാൽ അവിടെ ആരും ബാത്റൂമിലൊന്നും ഈ വെള്ളം കൊണ്ടുപോകുന്ന കുപ്പിയായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും ദിവസം ബിഗ് ബോസ് കണ്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല. അത് ഹൈജീനല്ലേ, ഹൈജീനെ ബാധിക്കില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജാസ്മിൻ അവിടെ, സത്യം പറഞ്ഞാൽ ജാസ്മിൻ്റെ ആ സംസാരം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് റിയാലിറ്റി ഒരിക്കലും ഫീൽ ചെയ്യില്ല. അവിടെ ഒരു കണ്ടന്റിന് വേണ്ടി അല്ലെങ്കിൽ എനിക്കുണ്ടായ അപമാനം, ആ നേരത്തെ ഉണ്ടായ അവമാനം അതെങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കിടന്ന് മെഴുകുന്ന ഒരു ജാസ്മിനെയാണ് എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. ഇവിടെ ജിൻഡോയുടെ ഭാഗത്ത് ജിൻഡോയുടെ തുറന്നു വെച്ചു എന്നുള്ളത് ഓക്കെ, അവിടെ എല്ലാവരും ഇരുന്നപ്പോൾ ജിൻഡോ എന്തോ ആ ബാഗ് തുറന്നു വെച്ചിട്ട് വെളിയിലേക്ക് പോയി എന്നുള്ള കാര്യം ഓക്കെ. അല്ലാതെ അവിടെ ഹൈജീനെ ബാധിക്കുന്ന രീതിയിലൊന്നും ജിൻഡോ എന്തെങ്കിലും ചെയ്തതായിട്ട് എനിക്ക് കണ്ടിട്ട് തോന്നിയില്ല. പക്ഷേ ജാസ്മിൻ അവിടെ മെഴുകി വെളുപ്പിക്കാൻ നോക്കുന്നതായിട്ട്, ജാസ്മിൻ്റെ തെറ്റുകൾ ന്യായീകരിക്കാൻ വേണ്ടി നോക്കുന്നതായിട്ട് എനിക്കവിടെ നല്ലതുപോലെ ഫീൽ ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ നോറയും പിന്നെ ജിൻഡോയുടെ കാര്യം പറയുമ്പോൾ പിന്നെ പറയേണ്ടതല്ലോ. ജിൻഡോയുടെ ചെറിയ കാര്യങ്ങളാണെങ്കിലും നോറ അതെടുത്തിട്ട് വലിയൊരു കണ്ടന്റ് ആക്കാൻ മിടിക്കുകയാണല്ലോ. നോറ കാര്യമില്ലാത്ത കാര്യത്തിൽ പോലും കണ്ടന്റുകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ഞാൻ ഒറ്റയ്ക്കാണ് കളിക്കുന്നത്, ഞാൻ ഒറ്റയാണ്, എന്നിട്ട് കുറച്ച് ഹൈപ്പിലേക്ക് വരികയും അതുപോലെ പോയി കരഞ്ഞ് ആ ഹൈപ്പെല്ലാം കളയുകയും ചെയ്യുന്ന ഒരു നോറയാണ്. ഈ ജാസ്മിനും ഗബ്രിയും ആണ് ബാക്കിയുള്ളവരുടെ ടാർഗറ്റ് എങ്കിൽ ഇതുപോലെയാണ് ജിൻഡോ മാത്രമാണ് നോറയുടെ ടാർഗറ്റ് എന്ന് നമുക്ക് പല പ്രാവശ്യവും തോന്നിപ്പോവും. ഇപ്പോഴെന്തായാലും ജിൻഡോയ്ക്കെതിരെ നിൽക്കുന്നത് കൊണ്ട് ജാസ്മിനും നോറയും ഇപ്പോൾ പഴയ പിണക്കങ്ങളൊന്നും മാറിയില്ല എന്ന് നോറ പറയുമെങ്കിലും രണ്ടുപേരും ജിൻഡോയ്ക്കെതിരെ ഒരുമിച്ച് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് ലൈവിലൂടെ കാണാൻ കഴിയുന്നത്.